ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെ പി ഡെസ്റ്റിനി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മലബാറുകാരുടെ സ്വന്തം പലഹാരമായ ചിക്കൻ പോള ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കനാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ പുരട്ടി വെക്കാം. വളരെയധികം രുചിയുള്ള ഒരു പലഹാരമാണിത്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയുമാണ്. നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് പൊരിച്ചെടുക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ്, എങ്കിലേ ചിക്കൻ വേവുകയുള്ളൂ. കുറഞ്ഞ തീയിൽ മൂടി വെച്ചുകൊണ്ട് വേവിക്കാം. ഒരു ഭാഗം ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് മറിച്ചിട്ട് വെക്കാം. ഇപ്പം ഇതാ ഫുള്ളും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇറക്കി വെക്കാം. ഈ ചിക്കനൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. മിക്സി ജാറിലേക്ക് ഇട്ടാലും മതി. ഞാനിവിടെ ഒരു പാത്രത്തിലെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ്. ശേഷം നമുക്ക് ഇതിന് വേണ്ട 2 ഉള്ളി അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസും പച്ചക്കറികളൊന്നും ചേർക്കേണ്ടതില്ല. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം മതിയാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കാം. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്യണേ. ഉള്ളിയിലേക്ക് ഉപ്പ് വേഗം ചേർത്താൽ ഉള്ളി വേഗം വെന്ത് കിട്ടും. നമുക്ക് ഉപ്പ് ചേർത്ത് നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്ന് ഇളക്കി വെക്കാം. അധികം മുളക് പൊടിയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. നമ്മൾ ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ചേർക്കാം. വളരെ രുചിയുള്ളൊരു പലഹാരമാണിത്. വളരെ രുചിയുള്ളതും ഉണ്ടാക്കാൻ എളുപ്പവുമായ ഈ പലഹാരം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചുറ്റിക്കാം. എല്ലായിടത്തും വെളിച്ചെണ്ണ ആവശ്യത്തിന് എത്തത്തക്ക വിധത്തിൽ കുറച്ച് മാത്രം വെളിച്ചെണ്ണ മതിയാകും. ഇതിലേക്ക് 4 കോഴിമുട്ട ആവശ്യമുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായി പൊട്ടിച്ച് പാത്രത്തിലേക്ക് ഇടാം. കോഴിമുട്ട എല്ലാം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇടാം. ഇതിൽ കുറച്ച് പാല്, ഏകദേശം 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൽ ചേർത്ത് നമുക്കൊന്നൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ശേഷം ഈ കൂട്ട് നമുക്ക് ഇതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. 1/4 ഭാഗം ഒഴിച്ച് കൊടുത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ കൂട്ട് ഇതിലേക്ക് ഇങ്ങനെ ലെയറായിട്ട് ഇടാം. ഒരു ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ മിശ്രിതം ഒരു മേൽഭാഗത്ത് കുറച്ച് ഒഴിക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ കൂട്ടി ആഡ് ചെയ്യാം. ശേഷം നമുക്കിതൊന്ന് ഏകദേശം 25 മിനിറ്റ് ഇത് വേവിക്കേണ്ടതുണ്ട്. ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് വേവിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. നല്ല രീതിയിൽ വെന്ത് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വേവിക്കണം. ഇടയ്ക്ക് നമ്മൾ പപ്പടക്കോലെടുത്തൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.